നമസ്കാരം. ആറ്റുനോറ്റിരുന്നാണ് ഓരോ കുഞ്ഞിനെയും മാതാപിതാക്കൾ സ്വീകരിക്കുന്നത്. ഇന്ന് ന്യൂജൻ മാതാപിതാക്കൾ നടത്തുന്ന ജെൻഡർ റിവീൽ പാർട്ടികളും മറ്റും സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. എന്നാൽ ജനിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിലും വളരുമ്പോൾ ആണായി മാറിയാലോ? കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്ന് തോന്നും. എന്നാൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ ഒരു ചെറിയ ഗ്രാമമായ ലാ സലീനാസിലാണ് ഈ അപൂർവ സംഭവ വികാസം. ഇവിടെ പെൺകുട്ടിയായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൗമാരത്തിലേക്ക് കടക്കുമ്പോഴേക്കും പുരുഷ ജനനേന്ദ്രിയം വളരും. ജനനേന്ദ്രിയം വികസിക്കുന്നതിനൊപ്പം അത്രയും നാൾ അവർക്കുണ്ടായിരുന്ന കിളിക്കൊഞ്ചലുകൾ മാറി പുരുഷന്മാരെ പോലെ ശബ്ദം ഗാംഭീര്യമുള്ളതും ദേഹമാസകലം രോമവും വളരാൻ തുടങ്ങും. ഇതുകൊണ്ട് തന്നെ ശപിക്കപ്പെട്ട ഗ്രാമമെന്ന ഖ്യാതിയാണ് ലാ സലീനാസിനുണ്ടായിരുന്നത്. അതവിടുത്തെ ജനങ്ങളെ വേട്ടയാടി. സ്വന്തം കുഞ്ഞുങ്ങൾ ആണാണോ പെണ്ണാണോ എന്നറിയാൻ സാധിക്കാത്ത മാതാപിതാക്കൾ. കെട്ടുകഥകളേക്കാൾ വിചിത്രമായിരുന്നു ലാ സലീനാസ് നിവാസികളുടെ ജീവിതം. ഒടുവിൽ ഇവിടുത്തെ ഈ ശാപത്തിന്റെ ചുരുളഴിച്ചതാകട്ടെ കോർണൽ സർവകലാശാലയിലെ ഡോക്ടർമാർ നടത്തിയ പഠനമാണ്. ഇത്തരത്തിൽ പെൺകുട്ടികളെ പോലെ ജനിക്കുകയും പിന്നീട് ലിംഗം വളരുകയും ചെയ്യുന്ന പുരുഷന്മാരെ ഗുവേഡോസ് എന്നാണ് വിളിക്കുന്നത്. 12 വയസ്സിൽ വളരുന്ന ലിംഗം എന്നാണ് ഈ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ജനിതകാവസ്ഥയെ സ്യൂഡോ ഹെർമാഫ്രോഡൈറ്റുകൾ എന്ന് അറിയപ്പെടുന്നു. ഇതിൽ ഒരു ലിംഗത്തിന്റെ പ്രാഥമിക ലൈംഗിക സ്വഭാവ സവിശേഷതകളോടെ ജനിച്ച ഒരാളിൽ കാലക്രമേണ മറ്റു ലിംഗത്തിന്റെ പ്രാഥമിക ലൈംഗിക സവിശേഷതകൾ വികസിക്കുന്നു. ലിംഗമാറ്റം സംഭവിച്ച ഗുവേഡോസുമാരിൽ ഒരാളായ ജോണി തന്റെ അനുഭവം പഠനത്തിനെത്തിയ ഡോക്ടർമാരുമായി പങ്കുവച്ചിരുന്നു. ഫെലിസിറ്റ എന്നായിരുന്നു ജോണിയുടെ കുട്ടിക്കാലത്തെ പേര്. സ്കൂളിൽ പോകുമ്പോൾ അമ്മ ചുവന്ന ഉടുപ്പ് ധരിപ്പിച്ച് സുന്ദരിയാക്കി വിട്ടിരുന്ന പെൺകുട്ടി. എന്നാൽ പ്രായം കൂടുന്തോറും ലിംഗഭേദം മാറി ജോണിയായി. പെൺകുട്ടികളുടെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ താൻ ഒരിക്കലും സന്തോഷവാനായിരുന്നില്ലെന്ന് ജോണി സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ ഒരിക്കലും ഒരു പെൺകുട്ടിയെപ്പോലെ വസ്ത്രം ധരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്റെ മാതാപിതാക്കൾ പെൺകുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങുമ്പോൾ ഞാൻ ഒരിക്കലും അവരുടെ കൂടെ കളിക്കാൻ കൂട്ടാക്കിയില്ല. ജന്മന പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടികൾ കളിക്കുന്നത് കാണുമ്പോഴെല്ലാം ഞാൻ അവരോടൊപ്പം പന്ത് കളിക്കാൻ നിൽക്കുമായിരുന്നുവെന്നും ജോണി പറഞ്ഞു. ഒരു പുരുഷനായപ്പോൾ അതിന്റെ പേരിൽ സ്കൂളിൽ അവൻ പരിഹസിക്കപ്പെട്ടു. എന്നാൽ തന്റെ മുഷ്ടി കൊണ്ടാണ് ജോണി കളിയാക്കുന്നവർക്ക് മറുപടി നൽകിയത്. ആളുകൾ അവനെ പിശാച് എന്ന് മുദ്രകുത്തി ഒറ്റപ്പെടുത്തി. നരകതുല്യമായിരുന്നു ജോണിയുടെ കുട്ടിക്കാലം. 7-ാം വയസ്സിൽ കാർലോസായി മാറുന്നതിന്റെ വക്കിലുള്ള കാർലയെയും ഗ്രാമത്തിൽ കാണാം. കാർലയ്ക്ക് 5 വയസ്സുള്ളപ്പോൾ അവളുടെ ഒരു ആൺ സുഹൃത്തിനെ കാണുമ്പോഴെല്ലാം അവൾ അവനുമായി വഴക്കിടാൻ ആഗ്രഹിക്കുന്നത് താൻ ശ്രദ്ധിച്ചിരുന്നതായി കാർലയുടെ അമ്മ പറയുന്നു. പതിയെ അവളുടെ പേശികളും മറ്റും വളരാൻ തുടങ്ങി. അവൾ എന്തായി മാറിയാലും താൻ അവളെ സ്നേഹിക്കുമെന്നും ആ അമ്മ പറയുന്നു. മാതൃഹൃദയത്തിന് എന്ത് ലിംഗം? ന്യൂയോർക്കിലെ കോർണൽ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർ ജൂലിയൻ ഇംപറേറ്റോ മക്ഗിൻലെയാണ് ഈ അസാധാരണ അവസ്ഥയെക്കുറിച്ച് ആദ്യമായി പഠിച്ചവരിൽ ഒരാൾ. 1970-കളിൽ ജൂലിയൻ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെ ഈ വിദൂര ഭാഗത്തെത്തി. പെൺകുട്ടികൾ ആൺകുട്ടികളായി മാറുന്ന അസാധാരണമായ സംഭവം പഠനവിധേയമാക്കി. ജനിതക പ്രശ്നമാണ് ഈ അപൂർവ പ്രതിഭാസത്തിന് കാരണമെന്ന് അവർ കണ്ടെത്തി. അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഗുവേഡോസുകൾക്ക് തുടക്കത്തിൽ പുരുഷ ജനനേന്ദ്രിയം ഇല്ലായിരുന്നു. ഇതിന് കാരണം അവർക്ക് 5-ആൽഫ റിഡക്റ്റേസ് എന്ന എൻസൈമിന്റെ കുറവുണ്ട്. ഇത് സാധാരണയായി ടെസ്റ്റോസ്റ്റിറോണിനെ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോണാക്കി മാറ്റുന്നതാണ്. വൈദ്യശാസ്ത്രപരമായ വിശദീകരണത്തിൽ ഗർഭധാരണത്തിന്റെ 8 ആഴ്ചയ്ക്ക് ശേഷം ലൈംഗിക ഹോർമോൺ വളരാൻ ആരംഭിക്കുന്നു. കുഞ്ഞ് ജനിതകപരമായി പുരുഷനാണെങ്കിൽ Y ക്രോമസോം ഗൊണോഡുകളെ വൃഷണങ്ങളാക്കാൻ നിർദ്ദേശിക്കുകയും ടെസ്റ്റോസ്റ്റിറോണിനെ ട്യൂബർക്കിൾ എന്ന ഘടനയിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ലിംഗത്തിലെ ട്യൂബർക്കിളുകളുടെ പരിവർത്തനത്തിന് സഹായിക്കുന്നവയാണ് ഈ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ. ഗുവേഡോസുകൾക്ക് ഇത് കുറവായിരിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. ഈ കുറവ് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ വളരെ സാധാരണമായ ഒരു ജനിതക അവസ്ഥയാണെന്നാണ് കണ്ടെത്തൽ. എന്നാൽ മറ്റെവിടെയെങ്കിലും ഇത് അപൂർവവുമാണ്. ഇംപെരറ്റോ മക്ഗിൻലെയുടെ സമഗ്രമായ മെഡിക്കൽ അന്വേഷണങ്ങൾ കാണിക്കുന്നത് മിക്ക കേസുകളിലും അവരുടെ പുതിയ പുരുഷലിംഗങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്നും മിക്ക ഗുവേഡോസുകളും അവരുടെ ജീവിതം പുരുഷന്മാരായി തന്നെയാണ് ജീവിക്കുന്നതെന്നും എന്നാണ്. എന്നാൽ ചിലർ മാത്രം ശസ്ത്രക്രിയയ്ക്ക് വിധേയരായി സ്ത്രീകളായി തുടരുന്നുണ്ട്. ഇംപെരറ്റോ മക്ഗിൻലെ കണ്ടെത്തിയ മറ്റൊരു കാര്യം ഗുവേഡോസുകൾക്ക് ചെറിയ പ്രോസ്റ്റേറ്റ് ഉണ്ട് എന്നതാണ്. 1974-ൽ നടത്തിയ ഈ നിരീക്ഷണം ബഹുരാഷ്ട്ര ഫാർമസ്യൂട്ടിക്കൽ ഭീമനായ മെർക്കിലെ ഗവേഷണ മേധാവി റോയ് വഗേലോസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് താൽപര്യമുണ്ടാക്കുന്ന ഒരു കണ്ടുപിടുത്തമായി അദ്ദേഹം നോക്കിക്കണ്ടു. ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഫിനാസ്റ്ററൈഡ് എന്ന മരുന്നിന്റെ ഉൽപാദനത്തിലാണ് ഇത് ചെന്നെത്തിയത്. പ്രായമാകുമ്പോൾ പല പുരുഷന്മാർക്കും ഒരു യഥാർത്ഥ ശാപമായ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഗുണകരമല്ലാത്ത വളർച്ച ചികിത്സിക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗമായതിനാൽ ഫിനാസ്റ്ററൈഡ് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. ഇംപെരറ്റോ മക്ഗിൻലെ നടത്തിയ മറ്റൊരു പ്രധാന നിരീക്ഷണം ഡൊമിനിക്കോ റിപ്പബ്ലിക്കിലെ ഈ ആൺകുട്ടികൾ പെൺകുട്ടികളായി വളർന്നുവെങ്കിലും മിക്കവാറും എല്ലാവരും ശക്തമായ ഭിന്നലിംഗ താൽപര്യങ്ങൾ പ്രകടിപ്പിച്ചു എന്നതാണ്. ജോണിയെ സംബന്ധിച്ചിടത്തോളം പുരുഷ ജനനേന്ദ്രിയം വികസിച്ചതിനാൽ അദ്ദേഹത്തിന് നിരവധി ഹ്രസ്വകാല കാമുകിമാരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ജോണിക്ക് സാധിച്ചിട്ടില്ല. ജോണിയുടേതുപോലെ തന്റെ സ്വത്വം വൈകി തിരിച്ചറിഞ്ഞ നിരവധി പേർ ഈ ഗ്രാമത്തിലുണ്ട്. ഇന്നും ഒരു കുഞ്ഞു പിറക്കുമ്പോൾ ഇവിടത്തുകാരുടെ നെഞ്ചു പിടയ്ക്കും. കാലം എന്താണ് അവർക്ക് കാത്തുവച്ചിരിക്കുന്നതെന്നറിയില്ലല്ലോ. വാർത്തയുടെ നിറം തേടി തനി നിറം.